السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ മുഅ്മിൻ മുഅ്മിനാത്തുകളെ, ഇന്ന് ഇവിടെ നാം ഫിഖ്ഹിൽ ചർച്ച ചെയ്യുന്ന വിഷയം അൻവാഉൽ ഹൈദി വഹുക്മുഹാ, ഹൈദിന്റെ ഇനങ്ങളും അതിൻ്റെ ശർഈയായ നിയമങ്ങളും. നാം വളരെയധികം അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് ഹൈദിന്റെ അതിൻ്റെ ഇനങ്ങളും അതിൻ്റെ ഹുക്മുകളും എന്ന് പറയുന്നത്. സ്ത്രീകളുടെ ഗുഹ്യഭാഗങ്ങളിൽ ഉണ്ടാവാറുള്ള രക്തസ്രാവങ്ങൾ, അത് ഒന്നുകിൽ ഹൈദ് അഥവാ ആർത്തവമായിരിക്കും, അല്ലെങ്കിൽ നിഫാസ്, പ്രസവിച്ച ശേഷം ഉണ്ടാവുന്ന പ്രസവരക്തം. ഇത് രണ്ടും നാച്ചുറൽ പ്രോസസ്സാണ്. മൂന്നാമതായി എന്ന് പറയുന്നത് അത് ഇസ്തിഹാദത്താണ്. അത് ഇസ്തിഹാദത്ത് എന്താണെന്ന് പറഞ്ഞാൽ ഹൈദിനേക്കാൾ അധികരിച്ച്, അല്ലെങ്കിൽ നിഫാസിനേക്കാളും അധികരിച്ച്, നിഫാസും ഹൈദും വരേണ്ട സമയത്തല്ലാത്ത സമയത്ത് വരുന്ന രക്തത്തിന് ഇസ്തിഹാദത്ത് എന്ന് പറയും. ഹൈദിന്റെയും നിഫാസിന്റെയും ഹുക്മുകൾ ഈ ഇസ്തിഹാദത്തുള്ള സ്ത്രീകൾക്ക് ബാധകമല്ല. അവർക്ക് അവരുടെ ഇബാദത്തിന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നില്ല. അവർക്ക് അവരുടെ ഇബാദത്തുകൾ ചെയ്യാം. അതിന്റെ ചർച്ചകൾ വിശദമായി നമുക്ക് നടത്താം. ആദ്യം നമുക്ക് ഹൈദിനെ കുറിച്ച് പറയാം. ഹൈദിന്റെ പ്രായം, ഹൈദ് വരാൻ തുടങ്ങുന്ന പ്രായം 9 വയസ്സാണ്. 9 വയസ്സിന് ശേഷം സ്ത്രീകൾക്ക് ഹൈദ് ഉണ്ടാവാം. 9 വയസ്സാവാൻ 16 ദിവസം ബാക്കി ഉണ്ടാവുന്ന സമയം മുതലും അവർക്ക് ഹൈദ് ഉണ്ടാവാം. എന്നാൽ ഇതിനു മുമ്പ് വരുന്നതിനെ നമുക്ക് ഹൈദ് എന്ന് പറയാൻ പറ്റില്ല. ഇതിനു മുമ്പ് വരുന്നത് ഇസ്തിഹാദത്തായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ ഹൈദിന്റെ ഖദർ, അഖല്ലുൽ ഹൈദ് എന്ന് പറയുന്നത്, ഹൈദിന്റെ ഏറ്റവും ചുരുങ്ങിയ സമയം, ഹൈദ് വരാൻ തുടങ്ങി അത് നിലക്കാനുള്ള സമയം ഏറ്റവും ചുരുങ്ങിയത് 1 ദിവസമാണ്, 24 മണിക്കൂർ. അതിൽ താഴെ വരുന്നത് ഹൈദല്ല. ഇനി ഏറ്റവും അധികരിച്ചത് 15 ദിവസമാണ്. 15 ദിവസവും കഴിഞ്ഞ് രക്തം നിലക്കാതെ രക്തം ഇങ്ങനെ തുടർന്നു വരുന്നുണ്ടെങ്കിൽ അത് ഇസ്തിഹാദത്താണ്. 15 ദിവസത്തിൽ കൂടുതലുള്ളത് ഇസ്തിഹാദത്തായിട്ട് കണക്കാക്കണം. അതുപോലെ 2 ഹൈദ്, അഖല്ല് തുഹർ, ഒരു ഹൈദ് വന്ന് പിന്നെ അതിനുശേഷമുള്ള അടുത്ത ഹൈദ് വരുന്നതിന് മുമ്പുള്ള ശുദ്ധി ഏറ്റവും കുറഞ്ഞത് 15 ദിവസമാണ്. ഈ 15 ദിവസം പൂർത്തിയാവുന്നതിന് മുമ്പ് രക്തം കാണുകയാണെങ്കിൽ അത് ഹൈദായിട്ട്, അത് ഇസ്തിഹാദത്തായിട്ടാണ് സ്ഥിരീകരിക്കുന്നത്. അതുകൊണ്ട് ഒരു മാസത്തിൽ ഒരു സ്ത്രീക്ക് ഹൈദ് ഉണ്ടെങ്കിൽ ആ മാസത്തിൽ എന്തായിട്ടും അവൾക്ക് ശുദ്ധി ഉണ്ടാവും. ശുദ്ധി ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം അഖല്ലുൽ ഹൈദ് 1 ദിവസമാണ്, അഖല്ല് തുഹർ 15 ദിവസമാണ്. എന്ന് നോക്കുമ്പോൾ അക്സറുൽ ഹൈദ് 15 ദിവസമാണ്. ഒരു 15 ദിവസം ഒരു ഹൈദ് കഴിഞ്ഞാൽ പിന്നെ
അല്ലെങ്കിൽ ഒരു ദിവസം ഹൈദ് വന്ന് അത് നിലച്ചാൽ പിന്നെ അവൾക്ക് 15 ദിവസം ശുദ്ധി ഉണ്ടാവുകയും പിന്നീട് ഹൈദ് വരികയുമാണെങ്കിൽ ഒരു മാസത്തിൽ എന്തായിട്ടും അവൾക്ക് ഒരു ഹൈദും ഒരു തുഹറും ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. ഇനി നിഫാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർഭം ധരിച്ചത് മുതൽ ഒരു സ്ത്രീക്ക് അവളുടെ ഹൈദ് വരുന്നത് ഹൈദ് ബ്ലോക്ക് ആയി അവളുടെ ഗർഭപാത്രത്തിൽ തന്നെ ഈ ഹൈദിന്റെ രക്തങ്ങൾ, ആർത്തവ രക്തം കെട്ടിക്കിടക്കും. അപൂർവമായി ചില ആളുകൾക്ക് ഹൈദ് വരാറുണ്ട്. അത് മുമ്പത്തെ ഹൈദിനോട് തുടർന്ന് വരികയാണെങ്കിൽ അതിനെ ഹൈദായിട്ട് കണക്കൂട്ടാം. അങ്ങനെയല്ല, കുറഞ്ഞ സമയം മാത്രം വരുന്നുണ്ട്, മുമ്പത്തെ ഹൈദുമായി ബന്ധമൊന്നും ഇല്ലാതെ അങ്ങനെ വരുന്നതാണെങ്കിൽ അതിനെ ഇസ്തിഹാദത്തായിട്ട് കണക്കൂട്ടാം. അങ്ങനെ ഈ ഗർഭപാത്രത്തിൽ ഈ 10 മാസം കെട്ടിക്കിടന്ന രക്തം അത് പിന്നീട് പ്രസവിച്ചതിന് ശേഷം വരുമ്പോൾ അതിനെയാണ് നിഫാസ് രക്തം എന്ന് പറയുന്നത്. അതിൽ നിഫാസ് ഏറ്റവും കുറഞ്ഞത് 1 സെക്കൻഡാണ്. 1 സെക്കൻഡ് വന്നാൽ മതി. അതിൽ അധികരിച്ചത് 60 ദിവസമാണ്. എന്നാൽ സാധാരണ അധിക സ്ത്രീകൾക്കും വരാറുള്ളത് 36, 37, 38, ശരാശരി ഒരു 40 ദിവസമാണ് അവർക്ക് വരാറുള്ളത്. ഇനി ഇസ്തിഹാദത്തുള്ള സ്ത്രീ അവൾ എങ്ങനെയാണ് അവളുടെ കർമ്മങ്ങൾ ചെയ്യുക? ഹൈദും നിഫാസും ഉണ്ടാവുന്ന സ്ത്രീ, ഹൈദുകാരിക്കും നിഫാസുകാരിക്കും അവരുടെ നിസ്കാരം നിർബന്ധമല്ല. അവരുടെ നിസ്കാരം ഹറാമാണ്. അതുപോലെ നോമ്പും ഹറാമാണ്. നോമ്പ് പിന്നീട് ഖളാ വീട്ടൽ അവർക്ക് നിർബന്ധമാണ്. നിസ്കാരം പിന്നീട് ഖളാ വീട്ടൽ അവർക്ക് നിർബന്ധമില്ല. ഹൈദ് ഉണ്ടാകുന്ന സമയത്തുള്ള നിസ്കാരം അവർക്ക് പിന്നീട് ഖളാ വീട്ടൽ നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ ഇസ്തിഹാദത്ത് ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് അവരുടെ നിസ്കാരങ്ങളും നോമ്പുകളും നിർബന്ധമാണ്. അവർക്ക് ഖുർആൻ ഓതാൻ പറ്റുന്നതാണ്. ഇസ്തിഹാദത്തുകാരെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാൻ പറ്റും: മുബ്തദഅത്ത്, മുഅ്തദത്ത്, മുതഹയ്യിറത്ത്. മുബ്തദഅത്ത് എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഹൈദ് വരുന്ന സ്ത്രീയാണ്. അവർ അങ്ങനെ ആദ്യമായിട്ട് ഹൈദ് വരുമ്പോൾ അവൾക്ക് ഇത് ഹൈദാണോ ഇസ്തിഹാദത്താണോ എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുകയില്ല. 15 ദിവസത്തിന് ശേഷവും ഹൈദ് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് അവൾക്ക് ഇസ്തിഹാദത്ത് ആവുകയാണ്. അപ്പോൾ കട്ടി കുറഞ്ഞത് കട്ടി കുറഞ്ഞത് 5-6 ദിവസം കട്ടി കൂടി രക്തവും അതിനുശേഷം കട്ടി കുറഞ്ഞ രക്തവും വന്നാൽ കട്ടി കൂടിയതിനെ അവൾ ഹൈദായി പരിഗണിക്കുകയും കട്ടി കുറഞ്ഞതിനെ ഇസ്തിഹാദത്തായിട്ട് പരിഗണിക്കുകയും ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.